വിഷു ഒക്കെ ഇനി എത്തിയില്ലേ, അപ്പോൾ വിഷുവിന് കണി വെക്കാൻ നമുക്കൊരു തിരുവുടയാട ഉണ്ടാക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ 2 ഷീറ്റ് A4 പേപ്പർ എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരറ്റത്ത് നല്ല രീതിയിൽ പശ തേച്ചിട്ട് 2 എണ്ണം ഒന്ന് കൂട്ടി ഒട്ടിക്കുക. ഇതുപോലെ 2 എണ്ണം കൂടെ ചേർത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയുള്ള ഗോൾഡൻ കളർ പേപ്പറാണ്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഗോൾഡൻ കളറിലുള്ള നമ്മുടെ ഈ സിൽക്ക് സാരിയുടെയൊക്കെ അമ്മയുടെയൊക്കെ പഴയ സാരിയൊക്കെ കാണുകയും അങ്ങനത്തെ ഇതേന്നാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് അതാണെങ്കിലും ഒട്ടിച്ചാൽ മതി. ഇത് നമ്മളത് നല്ല രീതിയിൽ പശ തേച്ചിട്ട് നമ്മൾ ഏറ്റവും ടോപ്പ് ഭാഗത്ത് വീതിയുള്ളതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല നീളമുള്ളതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 എണ്ണമായിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതെനിക്ക് A4 സൈസിലായിരുന്നു കിട്ടിയത്, അതാണ് ഞാനിങ്ങനെ 2 എണ്ണമായിട്ട് ഒട്ടിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇനി ഇതിൻ്റെ ചെറിയത്, അതായത് വണ്ണം കുറഞ്ഞത് ഈ ഭാഗത്തായിട്ട് ഒട്ടിക്കണം. അതും എനിക്ക് ചെറിയ സൈസായിരുന്നു കിട്ടിയത്, അതുകൊണ്ട് ഞാൻ അതും ഇങ്ങനെ 3 പീസസ് ആയിട്ടാണ് ഒട്ടിക്കുന്നത്. അതിലും നമ്മൾ നല്ല രീതിയിൽ പശ തേച്ചിട്ട് നിരത്തി അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങ് വരെ കിട്ടിയില്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഈ ട്രിക്ക് ചെയ്താൽ മതി. അപ്പം നമ്മൾ 3 എണ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ 3 എണ്ണം ഒട്ടിക്കുന്നുണ്ട്. ഇതുപോലെ 3 എണ്ണം ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ താഴെ വെച്ചിരിക്കുന്ന നീളം കണ്ടോ, ബാക്കി കുറച്ച് ഭാഗം A4 പേപ്പർ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നില്ലേ, ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ കത്രികയും കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം ഞാൻ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടിക്കുമ്പോഴും ചുളിവുകളൊന്നും ഇല്ലാതെ ഒട്ടിക്കണം. ഇനി നമ്മൾ വിഷറിയൊക്കെ പണ്ടുണ്ടാക്കുമ്പോൾ മടക്കിയല്ലേ, ആ രീതിയിൽ ഇത് നല്ല രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. നമ്മൾ ഇങ്ങനെ സിക്സാഗ് പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ആ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സിൽക്കിൻ്റെ ഒരു വിഷറി പോലെ കിട്ടും. ഇനി ബാക്കി അടിയിലുള്ള ഭാഗമില്ലേ, ആ ഭാഗം മുറിച്ച് കളയോ അല്ലെങ്കിൽ മുറിച്ച് കളയാണ്ട് മടക്കി വെച്ച് സ്റ്റാപ്ലർ അടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തിരുവുടയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ ആ സ്റ്റാപ്ലർ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഗോൾഡൻ പേപ്പർ വീണ്ടും എടുത്ത് അതിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവുടയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ഹാപ്പി വിഷു.